നമസ്കാരം. ഇനി പറയാൻ പോകുന്ന നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് സാക്ഷാൽ മഹാദേവന്റെ അനുഗ്രഹം ജനനം മുതൽ ലഭിക്കുന്നതാണ് എന്ന് കരുതി മറ്റു നക്ഷത്രക്കാർക്ക് അനുഗ്രഹം ഇല്ല എന്നല്ല. ഇവരുടെ ജന്മരാശിപ്രകാരം നക്ഷത്രപ്രകാരം മഹാദേവന്റെ അനുഗ്രഹം കൂടുതലായി ജീവിതത്തിൽ അനുഭവപ്പെടും. മഹാദേവന്റെ അദൃശ്യ സാന്നിധ്യം ഇവരുടെ ജീവിതത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും എപ്പോഴും കൂടെ ഉണ്ടാകും. ഇവരെ ദ്രോഹിച്ചവർ രക്ഷപ്പെട്ട ചരിത്രമില്ല. തൻ്റെ ശത്രുവിൻ്റെ പതനം ഇവരുടെ മുന്നിൽ തന്നെ കാണാനും സാധിക്കും. ഇവരെ വിഷമിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും തിരിച്ചടികളും സൃഷ്ടിക്കും. മഹാദേവന്റെ സാന്നിധ്യം പല സന്ദർഭങ്ങളിലും ഇവർ നേരിട്ടറിഞ്ഞവർ കൂടിയാണ്. ജന്മന മഹാദേവന്റെ അനുഗ്രഹം ലഭിച്ചിരിക്കുന്നതിനാൽ നിത്യവും പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃശിവായ ജപിക്കണം. മഹാദേവന്റെ അനുഗ്രഹം ലഭിച്ച ഒരു സ്ത്രീ നക്ഷത്രമാണ് നിങ്ങളുടേതെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നക്ഷത്രങ്ങൾ: കാർത്തിക, പൂരം, ഉത്രം, മകം, ഭരണി, ആയില്യം, ഉത്രാടം, തിരുവാതിര.